എവിടെ ആയിരുന്നു? എന്താ പോയി ഒരു കല്യാണത്തിന് പോയത്. പോയിട്ട് എന്തോ എന്തെന്റെ അലർജി പറ്റി. മുഖം തടുത്തല്ലേ അന്നത്തെ കണക്ക്. ഈ കണ്ണിന്റെ ഇവിടെയൊക്കെ വീങ്ങി വരുന്നു. ഇതെന്താ ഇങ്ങനെ? നേരത്തെ രാവിലെ പോയപ്പോ കുഴപ്പമില്ലായിരുന്നല്ലേ? അമ്മയുടെ മുഖം ഇതും ഇങ്ങനെ പൊങ്ങി വരുന്ന കേട്ടോ. അലർജി എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ കണ്ണിന്റെ സൈഡൊക്കെ. ഇവർ രണ്ടുപേരുടെ രാവിലെ പോയതാട്ടോ കല്യാണം എന്ന് പറഞ്ഞിട്ട്. ഈ പാവം ഈ ഇത്രയും പ്രായപൂർത്തിയായ ഒരു പുരുഷനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു ചെറുക്കനെ ഇവിടെ ഏൽപ്പിച്ചിട്ടാ പോയത്. അവൻ ഇട്ടും പൊട്ടും അറിയത്തില്ല. കണ്ടോ? ഇത് ഞാൻ എടുത്തു കൊടുത്തതാ പേപ്പർ. പിള്ളേരുകൾ പോലും ഇങ്ങനെ കാണിക്കത്തില്ല. കൂട്ടിനകത്തൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാ പരിപാടി ഇതിനകത്താ കേട്ടോ. ഇപ്പൊ വരും ഇത് ആരും എടുക്കരുത്. കളിപ്പാട്ടം ആരും എടുക്കുന്ന അപ്പൊ എല്ലാ സാധനവും എടുത്ത് അതിനകത്തുണ്ട്. ഓഹോ എന്റെ പൊന്നെ, ചില്ലറ കഴപ്പൊന്നുമല്ല അവനിപ്പം. കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണ വിശേഷം പറ. എവിടെയായിരുന്നു പോയത്? നെയ്യാറ്റിൻകര അല്ലായിരുന്നോ? എനിക്ക് പോണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എഡിറ്റ് ചെയ്ത് കിടന്നപ്പോ തന്നെ 4 മണിയായി. പിന്നെ ഇവരൊന്ന് വിളിച്ചു. നിങ്ങൾ 7 മണിക്കാന്ന് വിളിച്ചെന്നെ. ഞാൻ എങ്ങനെ എണീറ്റ് വരാമ്മ? ഞാൻ 4 മണിക്ക് ഞാൻ കിടന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു. പൂരത്തിന്റെ വീഡിയോ അമ്മ പൂരത്തിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണും. പണ്ടേ നമുക്കല്ലായിരുന്നു 5 മണിക്ക് 6 മണിക്ക് വലിയ ഉറങ്ങുന്നത്. നല്ല തടുപ്പുണ്ടോ ഇതിന്റെ? ഞാൻ ഇല്ല മാല ഇട്ട എന്തായാലും അലർജി വരൂല. എന്നാണ് ഞാൻ ഇട്ടല്ലേ? മാല മുഖമായിട്ട് ബന്ധമില്ലല്ലോ. പിന്നെ കഴുത്തിലല്ലേ വരുന്നേ? എനിക്ക് തോന്നുന്നു അമ്മ ഏതോ ക്രീം ഇട്ടെന്ന്. ഇന്ന് ഏത് ക്രീം ഇട്ടാ? ഒന്നും ഇട്ടില്ലേ? എന്തെങ്കിലും ഇവിടെ ഞാൻ ഒലയുടെ ക്രീമാ ഇട്ടത്. അപ്പൊ കൊലയായതാ. അത് നാളെ രാവിലെ എണീറ്റ് കുറവില്ലെങ്കിൽ പറ, ഒന്ന് പോയി കാണിക്കാം. പക്ഷെ ഇത് ചെറിയൊരു തടുപ്പേ ഉള്ളു. മാറത്തില്ല. എനിക്കറിയാം, കൂടും. എന്നാ പോയിട്ട് വരാം. ഇത് ഒരാഴ്ച ഇങ്ങനെയും പിടിക്കും. അമ്മ ഞാൻ ഇന്ന് ഉണ്ടാക്കി തരാം അമ്മയ്ക്ക്. അമ്മ ഇന്ന് ഇനിയിപ്പോ വയ്യാണ്ടൊന്നും വെക്കണ്ട. അപ്പൊ നീ ഫുഡ് ഉണ്ടാക്കും. അമ്മയ്ക്ക് എന്തിനു വേണം പറ. ഉണക്കമീൻ കറി മതിയാ? അച്ചാമ്മ ഉണ്ടാക്കിയിരുന്നു സൂപ്പർ ആയിട്ട്. അമ്മ ഉണ്ടാക്കും മീൻ കറിയും ഉണക്കമീൻ കറി. അതുപോലെ ഞാൻ ഇന്ന് ഉണ്ടാക്കി തരാം. എനിക്ക് മീൻ മേടിച്ചിട്ട് മീൻ കറി വെച്ചാൽ ഇവിടെ ചോറ് പോകും. ഉണക്കമീൻ കറി ഒത്തിരി നാളായാലും ഉണക്കമീൻ കറി വെച്ചിട്ട്. മതി. ഉണക്കമീൻ കറിയും ചോറും. കരുവാട് കറി, ചെറിയ റൈസും കരുവാട് കറിയും. നമ്മുടെ പുറത്തൊരു മാങ്ങയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ മാങ്ങയൊക്കെ മുരിങ്ങയൊക്കെ വേണം. മുരിങ്ങയൊക്കെ ഇടാം. തക്കാളിപ്പഴം വേണം. മുരിങ്ങ കമ്പ് തന്നെ ഇടും. തക്കാളിപ്പഴം വേണം. എല്ലാം ഇടും. ഉണക്കമീൻ കറി, സൂപ്പർ മീൻ കറി ഉണ്ടാക്കി തരാം. പച്ചരച്ചോ ചുവന്നരച്ചോ എങ്ങനെ വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കും. പക്ഷെ നീ വേറെ ഒന്നുമില്ല. ഇനി എന്റെ ചിറി കറക്കും. ഇപ്പൊ തന്നെ ഇച്ചിരി കളർ മാറി വരും. ഇനി ചിറി കറക്കും. ഓന്താന്ന് തോന്നുന്നു. നിറം മാറി പക്കി. ഇത് ലമ്പക്കി. ഇത് നിറം മാറി പക്കി. ഓട്ട മത്സരം കളിക്കാം. റെഡി? നിക്കി, നേരെ നിക്കി. എടാ നേരെ നിക്കടാ. നേരെ നിക്കി. നേരെ അങ്ങോട്ട് പോയി. അവിടെ കടിച്ചില്ലാണ്ടാക്കോ. ഓട്ട മത്സരം കളിക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്താ ഇത് സൗണ്ട്? ഐസ്ക്രീം വണ്ടി വരുന്നുണ്ടോ? എടാ ചുക്കാമണി നീയായിരുന്നു. പോടാ, സുനാപ്രിയ കളിച്ചു കൊടുക്കും. പോടാ, ഇവൻ മിണ്ടാരിയടാ. ടോണൊക്കെ മാറുന്നേ. കടിക്കാൻ ഓടിക്കണം എന്നെ. പോടാ. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ഓട്ട മത്സരം കളിച്ചതാ. കടിയൊക്കെ കിട്ടി എനിക്ക്. എടാ അടങ്ങി നിന്നോണ കേട്ടല്ലേ. അച്ഛ അമ്മിക്കല്ല് എടുത്ത് കഴിവുന്ന കേട്ടോ. മഞ്ഞ കളറല്ലേ ഇത്? യഥാർത്ഥത്തിൽ ഞാൻ നിനക്ക് എടുത്തോണ്ട് വന്നതാ. അമ്മയ്ക്ക് ഉപകാരമായി. നിനക്കാണ്ട് ഈ നെറ്റിൽ ഈ സൈഡിനെ കുരിപ്പ് വരുന്ന ആളെ പറഞ്ഞില്ലേ? നമുക്ക് സൊറിച്ചിലൊന്നുമില്ല. സൊറിച്ചിലുള്ള ആൾക്കാർ ഉപകരിച്ചത് എനിക്ക്. എടുത്തെന്ന് വെച്ചാൽ നന്നായില്ലേ? എല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ട് കൊണ്ടുവച്ചവരുണ്ട്. ഇനിയിപ്പോ നമുക്ക് മിക്സി ഇല്ല, അരച്ചെടുക്കുവാണ് നമ്മൾ. ഇനി അല്ല അമ്മിക്കല്ലില്ല ആരെയും വീട്ടില്. അത് ഈ മിക്സിയുടെ ഉപയോഗം വന്നപ്പോഴത്തേന് ആർക്കും ഈ ഒരു സാധനം വേണ്ട. ഇടാൻ സ്ഥലമില്ല. ഇനി നമുക്ക് ഈ കല്ലിന്റെ പുറത്ത് വെക്കാം. ഇവിടെ കൊള്ളാം. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇതിൽ അരക്കുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് അരച്ചാൽ ഒരു 10-27 വർഷം വരും. 28 വർഷം.
അത്രയൊക്കെ വരും കേട്ടോ. ഇത്തിരി പഴക്കമുള്ള കല്ലാണിത്. നമുക്ക് മ്യൂസിയത്തിൽ കൊണ്ട് വെച്ചാലോ നല്ല പൈസ കിട്ടും വിറ്റ. പുരാതനം. അയ്യോ പണ്ട് ഞങ്ങൾ അമ്മയെ കണ്ടല്ലേ മൈലാഞ്ചിന്ന് കല്ലി അരയ്ക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അമ്മയൊക്കെ എവിടെയും പോകുമ്പോൾ ചവച്ചരിക്കുമായിരുന്നു. ഇല്ല നമ്മൾ ഒളിച്ചായിരുന്നു അരയ്ക്കുന്നത്. സമ്മതിക്കത്തില്ല. കറിക്ക് അരയ്ക്കുമ്പോ ചുമക്കൂന്ന് പറഞ്ഞു. മൈലാഞ്ചി അരച്ച് തലയിൽ തേക്കാം. നല്ല തണുപ്പാണ്. നിങ്ങൾക്ക് ഒന്നാമത് വയ്യാതിരിക്കുക കേട്ടോ. ആവശ്യമില്ല. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഓരോ പരിപാടികൾ കാണിക്കുന്ന മുഖം ഇങ്ങനെ വരുന്നത് ഭയങ്കര വൃത്തിയേടാ. ഭയങ്കര വൃത്തിയേടാ. ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കുക. മൊത്തവും പോയി ഇതണ്ടേ. അച്ഛനൊന്നും ഇതിന്റെ വശം അറിയത്തില്ല. പണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുക. അടുത്തോട്ട് ഇത് എന്തൊരു മഞ്ഞളായിരുന്നമ്മ? കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞളാട്ടോ. അയ്യോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഓ കഴിവ തെന്നി അങ്ങ് പോവാ. പെയ്യടി വലിച്ച് അതെന്തൊരു തെന്നി പോന്നാ? ഇതിനകത്ത് വഴുക്കലുണ്ടോ? ഇല്ല 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 ഞാൻ അതൊരു വശമുണ്ട്. ആ ഓക്കെ ഓക്കെ. ഇപ്പോഴല്ലേ ആ നേക്ക് കിട്ടിയത്. പല്ലൂര് വീഴോ നീ? അവിടെ സുറിച്ചിൽ പിടിച്ചിരിക്കുമല്ലേ മിണ്ടായിരിച്ചിരിയാലോ. ശരിയാക്കി തരട്ടെ. അങ്ങനെ തന്നെ ഇത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ആകുമ്പോ റെഡിയാവും. ഇങ്ങനെ നിങ്ങൾ ആക്കുന്ന കണ്ടോ? ഇങ്ങനെ ആക്കില്ലേ? പണ്ടൊരു 12 മണിയാകുമ്പോ എല്ലാ വീട്ടിലും ഇതോടെ കടിയായിരുന്നു. സെറ്റായി കേട്ടോ. മറ്റേ സാധനം ഇല്ലേ ആട്ടുകല്ല്? മറ്റേ അരി ആട്ടുന്ന അതിൽ നമ്മക്കില്ലായിരുന്നാ? അമ്മ ഒന്നരക്കട്ടെ കൊടുത്തേച്ച. പണ്ടേ വലിയ കഥയൊന്നും പറയണ്ട. അരയ്ക്കുന്ന ഇങ്ങോട്ട് വരാം. കേൾക്കാൻ താല്പര്യമില്ല. ഒരു വലിയ കഥ പറച്ചില്ലേ. ഇത്ര നാളെ ഈ സാര ഇവിടെ കൊണ്ട് കളഞ്ഞതാ. ആരാ ആരാ നാളെ മിക്സി ഓഫ്. മിക്സി ഇല്ല. കറണ്ട് ലാഭം, ധനലാഭം എല്ലാം എടുത്ത് ആക്രിക്കാരൊക്കെ കൊടുക്കുക. മുഖത്തല്ലേ ഫുള്ള് തേക്കല്ലേ? കണ്ണിലൊക്കെ തേച്ചു കൊടുക്കും. കണ്ണടാ കണ്ണടച്ചിരിക്കണം. ഈ കണ്ണിന്റെ ഈ രണ്ട് സൈഡിലാട്ടോ ഉള്ളത്. ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഉണ്ടായിരുന്നു. ഈ എന്നിട്ട് കാര്യം ചെയ്യും. വരിഞ്ഞിട്ട് ഇല്ല ഓവനകത്തോട്ടിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. മിണ്ടായി വയ്യെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവില്ല. എന്നാൽ ഇത് എവിടെ നോക്കിച്ചോണ്ട് വന്ന് ഈ പറ്റല്? പോടാ ഇത് പറ്റലല്ല. സൊറിച്ചിൽ ചുണ്ടി തേക്കണോ? ചുണ്ടിലുണ്ടല്ലേ ചുണ്ട് കറക്കൊന്നുമില്ല. വായിലൂടെ ഇച്ചിരി പോട്ട്. ഇതേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഈ വായി കൂടെ കമ്പ് വെച്ചിട്ട് ബാക്കി കൊടുത്തിട്ട് കറക്കുമല്ലേ അതുണ്ടാക്കണം. ഒത്തിരി അതുകൊണ്ട് മൂക്കി തേഞ്ഞു അച്ഛനെ കഴിക്കണോ? എനിക്കുണ്ട്. തേക്ക് നല്ലതാ. അല്ല ബാക്കി ഇരിക്കുന്നു കുറച്ച് തേച്ചങ്ങ് തീർക്കാം. അച്ഛൻ ഇങ്ങോട്ട് ഇരിച്ചാ അങ്ങോട്ട് അവിടെ പിടിച്ചാണോ? കല്യാണത്തിട്ടുണ്ട് ഷർട്ട് നീ തരും. നമ്മളെ രണ്ടുപേരെ തേച്ചവൈ. നീ ഞങ്ങളെ തേച്ച്. ഒറിജിനൽ നമ്മളെ അയ്യത്ത് പിടിക്കുന്ന സാധനമല്ലേ? നമ്മുടെ അയ്യത്തല്ലല്ലോ പിടിച്ചു. നീറ്റലുണ്ട്. ഈ മോക്കുരുവില് നീറും കേട്ടാ. പക്ഷെ നിനക്ക് കുരുപ്പുണ്ട്. നിനക്ക് എടുത്തതാ ഞാൻ ഇത്. ഇപ്പൊ കുരുപ്പ് വന്നത് എനിക്ക്. ഹാപ്പി കുറച്ച് വായി തേച്ച് കൊടുക്കാം. അവന്റെ മുമ്പിലോട്ട് കുറച്ചേരം നിന്നാ മതി. അവൻ നക്കി റെഡിയാക്കി തരില്ല. ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ആ അണുക്കൾ വന്ന് എന്റെ മുഖത്ത് വീണ് എനിക്ക് ഇതുപോലെ പൊക്കാടാവോ വെച്ചാ ആവോ? അങ്ങനെ പകരുവോ? ഇത് പൊക്കാടല്ല, അലർജിയാ. ചിരിക്കുന്നത് ഞാനും അയ്യിലെ വിക്രം കണക്കാവുമെന്തോ. രാവിലെ എനിക്ക് അമ്മയ്ക്കില്ല, എനിക്ക്. ആ മഞ്ഞ പോയില്ലേ? ഇല്ല. എനിക്ക് നീറുന്നു. ഇതിന് എന്റെ മുഖത്ത് ഇത് കണക്കായിരിക്കൂലേ? നാളെ എന്തിന്റെ ഇടപ്പര ഞാനും പരിതേച്ചല്ലോ. ഇത് കഴിയിട്ട് വരാവേ. ഇത് പോവൂലേ? സോപ്പിട്ട് വെച്ചാ പോവായിരിക്കും. കണ്ണിന്റെ ഇവിടെ ഒക്കെ നീർന്നു. ഇതിപ്പോ അമ്മയ്ക്ക് ചേച്ചി ഇപ്പൊ എല്ലാവർക്കും പണിയിട്ട് എന്റെ മുഖമൊക്കെ നീർന്നു.
ഇവിടെ നീറുന്നു വല്ല കാര്യം ഉണ്ടായിരുന്ന നീ ഇരിക്കുന്ന അയ്യോ എന്റെ മോന്തേ മഞ്ഞ എനിക്ക് എന്തിന്റെ കഴപ്പായിരുന്നു അയ്യേ ആ മഞ്ഞ പോവില്ല ആ പിന്നെ നീറ്റലിന് ഭയങ്കര സുഖമൊന്നുമില്ല കയ്യിലൊക്കെ നോക്കിയേ ഇതെന്തോ ഇവിടെ നടക്കുന്ന ഞാൻ ആരാ ഏട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വർത്താനം പറഞ്ഞില്ലേ ക്യാമറ ആ റെക്കോർഡല്ല ആണോ ആ ആ റെക്കോർഡാ നമ്മളൊക്കെ ഫീൽഡ് ഔട്ടായി ഇനി എന്റെ ആവശ്യമില്ലല്ലേ നിങ്ങൾ ചെയ്തോ ഓക്കെ ബൈ ഞാൻ പോണു ഇത് ഏത് യൂട്യൂബ് ചാനലാ വരുന്ന ഇത് പേരില്ല ചാനൽ ഓക്കെ ഗൈസ് നമ്മൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം സുഹൃത്തുക്കളെ എന്തിനാ ഇതിന്റെ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് വേണ്ട ഈ വാളയുടെ പച്ചത്തല പോലും എടുക്കില്ല മനുഷ്യ ഇതൊന്നും വേണ്ട ഉണക്കത്തല ഒട്ടും എടുക്കില്ല റൈസ് ഒക്കെ കണ്ടാ മേടാ എന്തിനായത് ഹാപ്പി എന്തിനകത്തൊന്നും ഇല്ലാത്തേ അത് തളർന്ന് ഓക്കെ നമുക്ക് പാചകം തുടങ്ങാം സുഹൃത്തുക്കളെ നമുക്ക് ചട്ടി എടുത്ത് ആദ്യം നമുക്ക് അടുപ്പിനകോട്ട് വെക്കാം ഇനി അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാ പിടിച്ചേ അതായത് നമ്മള് അരപ്പാതി സെറ്റ് ആക്കും അരപ്പാതി സെറ്റ് ആക്കിയിട്ട് ഈ ഉണക്ക മീൻ എടുത്ത് അതിനകത്തിട്ട് ഇളക്കും എന്നിട്ട് ഇതിനകത്ത് വെച്ച് തിളപ്പിക്കും അപ്പൊ മീൻ കറി ആവും അവന്റെ മീൻ കറി കഴിഞ്ഞ് രണ്ടും കൂടെ അങ്ങോട്ട് ഇല്ലേ കടു പൊട്ടിക്കണ്ടായിരുന്നു അത് അവസാനം ലാസ്റ്റാ അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം കുറച്ച് തേങ്ങ കേട്ടോ ഇത് എത്ര തേങ്ങ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു തേങ്ങ ഒരു മുറി തേങ്ങ അരമുറി തേങ്ങയാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത് പിന്നെ ഒരു 10-12 കൊച്ചുള്ളി ഫോർ ഗുഡ് ടേസ്റ്റ് കൊച്ചുള്ളി ഒന്നും അരിഞ്ഞില്ലേ കൊച്ചുള്ളി എന്തിനാ അരിയുന്ന അരയ്ക്കാൻ പോവല്ലേ മിക്സിയിലല്ലേ ഇടുന്ന ഇനി നമുക്ക് കുറച്ച് പച്ച ഉലുവ കുറച്ചിടാവേ കുറച്ച് എത്ര വേണ്ട അത്ര ഞാൻ എടുത്തതല്ല അത് തിരിച്ചിടവാണ് എനിക്കറിയാതെ അളവൊക്കെ നമുക്ക് അറിയാതെ ഇത്രയും എന്റെ കയ്യിൽ ആ ചെറിയൊരു മഞ്ഞ കളറുണ്ട് അത് ഇതിലൂടെ പൊക്കോളൂ ഇത്രയും ഉലുവ കുറച്ച് വിയർപ്പ് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി എല്ലാ ആവശ്യത്തിനാണ് അനാവശ്യത്തിന് ഒന്നും ഇടരുത് ഓക്കെ ഇത്ര മതി ഉപ്പിടണ്ടേ മുളക് ഇത്ര സാധനം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടേ ഇച്ചിരി വെള്ളം ഒഴിക്കും അസിസ്റ്റന്റ് ആണ് എന്റെ അസിസ്റ്റന്റ് ആണ് പ്രിയ അസിസ്റ്റന്റ് പ്രദീപ് അവർ അദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ അറിയാതെ ഒരു കാര്യം ചെയ്യില്ല കേട്ടല്ലോ ദിസ് മൈ ടെറിട്ടറി ഓക്കെ എനിക്ക് അഹങ്കാരം കൂടുന്നുണ്ടല്ലേ ഞാൻ പറയാൻ വന്നത് നീ പെയ്യ അവകാശത്തിൽ ചെയ്യാല്ല ഇത് എത്ര കവർ ഉണ്ടായിരുന്നു 2 കവർ ഉണക്കമീനാട്ടോ ഇത് വാളമീനാണ് എന്തൊരു ചത്തുകിടക്കുന്ന സാധനം ഇത് എഴുന്നേറ്റ് ഇന്ന് കടിക്കും ഇനി വാളയാണ് വാള ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സാധനം ഇടാം കേട്ടോ ഇത് മുരിങ്ങയ്ക്ക തക്കാളി പച്ചമുളക് എല്ലാം ഇറക്കിയിട്ടുണ്ട് ഇനി ഇനി മിശ്രിതം ഒഴിക്കാം കേട്ടോ സെറ്റല്ലേ പണ്ട് അച്ചാമ്മ ഉണ്ടാക്കി തരുമായിരുന്നു ഉണക്കമീൻ വേറെ ഒന്നും വേണ്ട ഉണക്കമീൻ ചോറ് മാത്രം മതി അടുക്കളയുടെ സൈഡിലോട്ടിരുന്ന് ഉണ്ടാക്കി തരും അച്ചാമ്മ ഒത്തിരി കറിയൊന്നും ഉണ്ടാക്കത്തില്ല അച്ചാമ്മ എന്നാരും വ്ളോഗ് കണ്ടിട്ടില്ല നമുക്ക് വ്ളോഗൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അച്ചാമ്മയൊക്കെ പോയി അതെ ഇനി ഒഴിക്കാം ഇനി എന്റെ ഇടുന്നേ ഇനി നമുക്ക് കുറച്ച് സാധനം എനിക്കറിയാം നിങ്ങളെ ഞാൻ ടെസ്റ്റ് ചെയ്തതല്ലേ ഇത്രയും കുറച്ചായിട്ട് എനിക്ക് അറിഞ്ഞൂടെ മീൻകറിയൊക്കെ കാശ്മീരി പൗഡർ ഇത് ഒരു ഉപ്പ് വേണ്ട കാരണം മീന് നല്ല ഉപ്പായിരിക്കും അതുകൊണ്ട് നമുക്ക് ഉണക്കമീന് ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി വേറൊരു സാധനം കൂടെ ഇടാറുണ്ട് മാങ്ങ ഇനി മാങ്ങ പറിച്ചിട്ട് വരാം നിങ്ങൾ എല്ലാരും മറന്നില്ലേ ഇവിടെ ഞാൻ മറന്നില്ല നമ്മള് വീട്ടിൽ തന്നെ വിളയിച്ച മാങ്ങ കേട്ടോ നമ്മുടെ ആ മാവിൽ ആദ്യത്തെ മാങ്ങയില്ലേ മാ ഇതുവരെ പറിച്ചിട്ടില്ല കന്നി മാങ്ങയാണ് നമ്മൾ പറിക്കുന്നത് ഇതിന്റെ കീഴിൽ എവിടെയോ നിപ്പുണ്ട് ഇരുട്ടത്തൊന്നും കാണാനും വയ്യ അതേ ഇരിക്കുന്ന സെറ്റ് ഇതിലൊന്ന് പറിക്കാം
ഒരെണ്ണം പോരേമ്മ? ഓക്കെ. ഇത് നമുക്ക് അറിയാത്തിടാം. അച്ഛൻ വേണ്ട കപ്പക്കൊക്കെ ചെത്തി വെച്ചോണ്ട കളർ നോക്കി ചാടി പോണോ. അടിപൊളി രസം. ഓഹോ, അവയെല്ലാം തിന്നും. ഒരെണ്ണം കൊടുക്കാ വാങ്ങാൻ. എന്ത് എക്സ്പ്രഷൻ അറിയാതെ. എന്ത് ഇങ്ങനെ. ഓക്കെ ഗൈസ്, നമുക്കിനി ബാക്കി പരിപാടി തുടങ്ങാം. വേണ്ട അച്ഛൻ വേണ്ട മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നോക്കൂ, വേണ്ടവർ പോലും. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം, ഇളക്കാം. വേണമെങ്കിൽ സ്പൂൺ ഇട്ട് ഇളക്കാം. ഞാൻ 2 കൈയും യൂസ് ചെയ്ത് ഇളക്കുന്നത്. ഇടത് കൈയും വലത് കൈയും. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയണമെന്നാ. വലത് കൈ അങ്ങനല്ല, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയുന്നത്. ഒരു കൈ ബാക്കിൽ വെക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചാലും കൊള്ളാം, ചട്ടി എടുത്താലും കൊള്ളാം. ചട്ടി താഴെ പോരുത്. ഒരു കൈ പിടിക്കുന്നേക്ക് ഒരു കൈ പിടിക്കാം. വെള്ളം ഒഴിക്കാവേ. ഇത്ര വെള്ളം മതി. നന്നല്ലേ, കുറച്ച് വെള്ളം അതിനകത്തുണ്ട്. നമുക്കിത് സൂപ്പറായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് കൈ കഴുകിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ഞാൻ കഴുകി. ഓ, കുറച്ച് വെള്ളം ഒഴിക്കും. സൂപ്പർ അല്ലേമ്മ. കൊതി വരുന്നു ഇപ്പൊ തന്നെ. ഇച്ചിരി ഒഴിച്ചാ. എനിക്കൊന്ന് കുറച്ചുകൂടെ മുളക് പൊടി ഇടാൻ തോന്നാച്ചാ. എരി കാണുമായിരിക്കും അല്ലേ? പച്ചമുളകിന്റെ എരിയുണ്ട്. ഇത് ഓക്കേ, കത്തിക്കച്ചാ. പെട്രോൾ ഒഴിക്കും. പെട്രോള് നമ്മൾ പോയിട്ട് ഒരു ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നാട്ടോ. വേണ്ട ചോറൊക്കെ അങ്ങോട്ട് തട്ടി, ചൂട് ചോറ. കുളം കുത്തി ഒഴി അതിനകത്തോട്ട്. അല്ലാതെ എങ്ങനെയല്ലോ ഒക്കെ ഒഴി. ആ, അമ്മ കടുവൊക്കെ പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. ഇളക്കിയിട്ടാണെങ്കിൽ നല്ല അടിപൊളി മണം. മുരിങ്ങക്കൊക്കെ അടിപൊളി ആയിരിക്കും കഴിക്കാൻ. ഇങ്ങനെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് വെക്കണം. ചാറെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് വെക്കണം. അടിപൊളി അടിപൊളി. എനിക്കിനി ക്ഷമയില്ല, ഞാൻ കഴിക്കട്ടെ. ഈ മീൻകറിയും ചോറും മാത്രം മതി കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് മീനോടെടുത്ത് അടിപൊളി. ഉപ്പ് നമ്മള് കുറച്ചിട്ടല്ലേ, ഇച്ചിരി ഉപ്പിട്ടായിരുന്നു കേട്ടോ. മുരിങ്ങക്കൊമ്പൊക്കെ കിട്ടുക. മീൻ നോക്കിയാ. പക്ഷെ ഭയങ്കര ഉപ്പില്ലേ ഇതിന്. ഇത് ഉപ്പ് കുറവാ. അടിപൊളി. ഒരു മുരിങ്ങ കഴിച്ചിട്ട് വരാമേ. മുഖത്ത് ഇതൊക്കെ മാറിയാ? ചൊറിച്ചിലുണ്ട് ചെറുതായിട്ടൊക്കെ മാറി വരുന്ന കേട്ടോ. ഈ 2 സ്ഥലം കുറവില്ല. നാളെ ആശുപത്രി പോവാം. ആ മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ വെച്ചോണ്ട് പറയല്ലോ, ആടിപ്പൊളിയായിരുന്നു. ഒരു ചെറിയ വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട്